വിശദമായ വാർത്തകളിലേക്ക്. മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെ നടൻ ആസിഫ് അലിയെ അപമാനിച്ച് രമേശ് നാരായണൻ. ചടങ്ങിൽ പുരസ്കാരം നൽകാൻ നടൻ ആസിഫ് അലിയെയാണ് സംഘാടകർ ക്ഷണിച്ചത്. ആസിഫ് അലി രമേശ് നാരായണന് പുരസ്കാരം നൽകുകയും ചെയ്തു. എന്നാൽ രമേശ് നാരായണൻ സംവിധായകൻ ജയരാജിനെ വിളിച്ചുവരുത്തി അദ്ദേഹത്തിൽ നിന്ന് പുരസ്കാരം ഏറ്റുവാങ്ങുകയായിരുന്നു. അനൗൺസ്മെന്റ് കേട്ടില്ലെന്നും ആസിഫ് അലിയോട് മാപ്പ് പറയാൻ തയ്യാറാണെന്നും രമേശ് നാരായണൻ പ്രതികരിച്ചു. MT വാസുദേവൻ നായരുടെ 9 കഥകളെ അടിസ്ഥാനമാക്കി ഒരുങ്ങുന്ന ചലച്ചിത്ര സമാഹാരമായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ചടങ്ങിനിടെയായിരുന്നു സംഭവം. വിവരങ്ങളുമായി കൊച്ചിയിൽ നിന്ന് നവമി ദിനേശ് ചേരുകയാണ്. നവമി, ആസിഫ് അലിയെ രമേശ് നാരായണൻ അപമാനിച്ചു എന്ന് പറയുന്ന ആ ചടങ്ങ് കഴിഞ്ഞു. അതിനിടെ വലിയ തോതിലുള്ള രോഷം രമേശ് നാരായണനെതിരെ ഉണ്ടാവുകയും ചെയ്തു. അദ്ദേഹം ഇപ്പോൾ ആസിഫ് അലിയോട് മാപ്പ് ചോദിക്കാം എന്നുവരെ പറഞ്ഞെത്തി നിൽക്കുന്ന സാഹചര്യമാണ്. എന്താണ് വിവരങ്ങൾ? ഇന്നലെ വൈകുന്നേരമാണ് MTയുടെ ജന്മദിനമായ ഇന്നലെ ഒരു ചടങ്ങ് കൊച്ചിയിൽ സംഘടിപ്പിച്ചിരുന്നു. MTയുടെ കഥകളുടെ ആന്തോളജി സിനിമയായ മനോരഥങ്ങളുടെ ട്രെയിലർ ലോഞ്ച് ആയിരുന്നു ഇന്നലെ നടന്നത്. മമ്മൂട്ടി അടക്കം പ്രമുഖ താരങ്ങളും ഈ സിനിമയിൽ അഭിനയിച്ച നടന്മാരും എല്ലാവരും ഉണ്ടായിരുന്നു. ആ സമയത്താണ് സിനിമയുടെ സംവിധായകൻ ഓരോ സംവിധായകരെയും ക്ഷണിക്കുകയും അവർക്കും ആ സിനിമയിൽ പ്രവർത്തിച്ച മറ്റ് അണിയറ പ്രവർത്തകർക്കും പുരസ്കാരങ്ങൾ നൽകുന്ന ഒരു ചടങ്ങുണ്ടായിരുന്നു. ആ സമയത്തായിരുന്നു രമേശ് നാരായണന് പുരസ്കാരം നൽകിയത്. ആ പുരസ്കാരം നൽകുന്നത് ആസിഫ് അലി ആയിരുന്നു. പക്ഷേ നമുക്ക് ആ ദൃശ്യങ്ങളിൽ നിന്ന് തന്നെ വ്യക്തമാകും, ആസിഫ് അലിയിൽ നിന്നും അദ്ദേഹം പുരസ്കാരം വാങ്ങിയ ശേഷം ആസിഫ് അലിയുടെ മുഖത്ത് പോലും നോക്കാതെ പിന്നീട് അവിടെ ഉണ്ടായിരുന്ന ജയരാജിനെ വിളിക്കുകയും ജയരാജ് തനിക്ക് പുരസ്കാരം നൽകണമെന്ന് ആവശ്യപ്പെടുകയും ചെയ്തിരുന്നു. ആ ദൃശ്യങ്ങൾ നമുക്കിത് വ്യക്തമാണ്. അതിനുശേഷം ഈ രമേശ് നാരായണൻ നൽകുന്ന വിശദീകരണം ഇങ്ങനെയാണ്: താൻ ആരെയും മനഃപൂർവ്വം വേദനിപ്പിച്ചിട്ടില്ല, അല്ലെങ്കിൽ അപമാനിക്കണമെന്ന് കരുതിയിരുന്നില്ല. ആസിഫ് അലി തനിക്ക് ഏറ്റവും പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാൾ തന്നെയാണ്. ഇതിനു മുൻപ് ബാക്കി സംവിധായകരെയും അല്ലെങ്കിൽ അതിന്റെ അണിയറ പ്രവർത്തകരെയും ഒക്കെ വേദിയിൽ വിളിക്കുന്ന സമയത്ത് ആ സിനിമകളുടെ സംഗീത സംവിധായകരെയും വിളിക്കുകയും ആ വേദിയിൽ വെച്ച് തന്നെ ആദരിക്കുകയും ചെയ്തിരുന്നു. പക്ഷേ ജയരാജന്റെ സിനിമയ്ക്ക് ആദരിക്കുന്ന സമയത്ത് തന്നെ വിളിച്ചിരുന്നില്ല. ഇത് തനിക്ക് ഏറെ വിഷമമുണ്ടാക്കി. അതിനുശേഷം MTയുടെ മകളോട് താൻ പോകണം, താൻ തിരുവനന്തപുരത്ത് നിന്നാണ് വരുന്നത്, തനിക്ക് എത്രയും വേഗം വീട്ടിലേക്ക് പോകണമെന്ന് പറയുകയും ചെയ്തു. ആ സമയത്താണ് മകൾ ഈ അവതാരകയോട് രമേശ് നാരായണന് പുരസ്കാരം നൽകണമെന്ന് ആവശ്യപ്പെടുന്ന സാഹചര്യം ഉണ്ടായത്. അത് പ്രകാരമാണ് ആസിഫ് അലി രമേശ് നാരായണന് പുരസ്കാരം നൽകുന്നത്. പക്ഷേ തനിക്ക് ആഗ്രഹം, താൻ ജയരാജന്റെ സിനിമയ്ക്ക് വേണ്ടിയിട്ടാണ് സംഗീതം നൽകിയത്, അതുകൊണ്ട് അദ്ദേഹം തന്നെ പുരസ്കാരം നൽകണമെന്നായിരുന്നു തന്റെ ആഗ്രഹം. ഈ അവതാരിക പറഞ്ഞത് താൻ കേട്ടിരുന്നില്ല എന്നുള്ളൊരു വിശദീകരണമാണ് നൽകിയിരിക്കുന്നത്. പക്ഷേ ആസിഫ് അലിയോ അല്ലെങ്കിൽ മറ്റ് അണിയറ പ്രവർത്തകരോ ഈ വിഷയത്തിൽ പ്രതികരിച്ചിട്ടില്ല. നവമി, ഈ രമേശ് നാരായണന്റെ ഒരു വിശദീകരണം അത് സ്വീകരിക്കാൻ അല്ലെങ്കിൽ അത് അംഗീകരിക്കാൻ ആസിഫ് അലി തയ്യാറായിട്ടുണ്ടോ? ഒപ്പം തന്നെ സോഷ്യൽ മീഡിയയിൽ വലിയ തോതിലുള്ള വിമർശനങ്ങളാണ് രമേശ് നാരായണനെതിരെ ഉയരുന്നത്. ഇപ്പോഴും ആ വിമർശനങ്ങൾ തുടരുന്നുണ്ടോ ഈ മാപ്പ് പറച്ചിലിന് ശേഷം? അതാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. ഈ വിഷയത്തിൽ ആസിഫ് അലിയോ അല്ലെങ്കിൽ മറ്റ് അണിയറ പ്രവർത്തകരോ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. ഇപ്പോഴും രമേശ് നാരായണന്റെ വിശദീകരണം വന്നതിന് ശേഷവും സോഷ്യൽ മീഡിയയിൽ രമേശ് നാരായണനെതിരെ വലിയ രീതിയിലുള്ളൊരു പ്രതിഷേധവും വിവാദവും നടന്നുകൊണ്ടിരിക്കുകയാണ്. മനഃപൂർവ്വം ആസിഫ് അലിയെ അപമാനിച്ചതാണ്, അല്ലെങ്കിൽ അദ്ദേഹത്തിൽ നിന്നും പുരസ്കാരം വാങ്ങിയ ശേഷം അദ്ദേഹത്തിന്റെ മുഖത്ത് നോക്കാനോ ഒന്ന് ചിരിക്കാനോ പോലും രമേശ് നാരായണൻ തയ്യാറായില്ല. അത് ആസിഫ് അലിക്ക് വലിയ വേദനയുണ്ടാക്കി. ഒപ്പം ബാക്കി അവിടെ ഉണ്ടായിരുന്ന ഈ ബിജു മേനോനെ അടക്കം നമുക്ക് ആ ദൃശ്യങ്ങൾ കാണാം. അദ്ദേഹത്തിന് പോലും വളരെ അരോചകമായി തോന്നി എന്നടക്കമുള്ള കാര്യങ്ങളൊക്കെ സോഷ്യൽ മീഡിയയിലൊക്കെ ചർച്ചയാകുന്നുണ്ട്. എന്നാലും ഈ ഒരു വിവാദത്തിൽ രമേശ് നാരായണൻ പ്രതികരിച്ചിട്ടുണ്ട്. പക്ഷെ ബാക്കി അണിയറ പ്രവർത്തകരൊന്നും വിശദീകരണവുമായി രംഗത്തെത്തിയിട്ടില്ല. നവമി, ഈ വിഷയത്തിൽ സംഘാടകർ പറയുന്നത് എന്താണ്? അവർക്ക് എന്താണ് ഇതിൽ വിശദീകരണം നൽകാൻ കഴിയുന്നത്? പ്രത്യേകിച്ചും ഇത്തരം ഒരു സംഭവം ഉണ്ടാകുമ്പോൾ സംഘാടകർ രമേശ് നാരായണനുമായി ബന്ധപ്പെട്ടിട്ടുണ്ടായിരിക്കും. എന്തുകൊണ്ടായിരിക്കണം ആസിഫ് അലിയെ ഒഴിവാക്കാൻ രമേശ് നാരായണൻ തീരുമാനിച്ചത് എന്നത് സംബന്ധിച്ച് എന്തെങ്കിലും വിവരങ്ങൾ സംഘാടകരുടെ ഭാഗത്ത് നിന്ന് ഉണ്ടായിട്ടുണ്ടോ? അത് തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ സംഘാടകരൊന്നും ഇതുവരേക്കും ഈ വിഷയത്തിൽ പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. നിലവിൽ രമേശ് നാരായണൻ മാത്രമാണ് ഇതിലൊരു വിവാദമായതിനെ തുടർന്ന് തിരുവനന്തപുരത്ത് മാധ്യമങ്ങളെ കാണുകയും തനിക്ക് പ്രിയപ്പെട്ട നടന്മാരിൽ ഒരാളാണ് ആസിഫ് അലി എന്നും അദ്ദേഹത്തെ അപമാനിക്കാൻ ഉദ്ദേശിച്ചിരുന്നില്ല, അദ്ദേഹത്തിനോട് മാപ്പ് പറയാൻ താൻ തയ്യാറാണ് എന്നുള്ളൊരു വിശദീകരണം രമേശ് നാരായണൻ തിരുവനന്തപുരത്ത് നൽകിയിട്ടുണ്ട്. പക്ഷേ ആസിഫ് അലിയോ അല്ലെങ്കിൽ മറ്റ് സംഘാടകരോ ഇതുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് മറുപടി നൽകുകയോ അല്ലെങ്കിൽ ഇതിൽ
ഇതിൽ പ്രതികരിക്കാനോ തയ്യാറായിട്ടില്ല. വരും മണിക്കൂറിൽ അവർ പ്രതികരിക്കുമെന്നാണ് നമുക്ക് അറിയാൻ കഴിയുന്നത്. MTയുടെ മനോരഥങ്ങൾ എന്ന സിനിമയുടെ ഷൂട്ടിംഗുമായി ബന്ധപ്പെട്ട് അതിന്റെ പുരസ്കാര വിതരണ ചടങ്ങുമായി ബന്ധപ്പെട്ട വിവാദമായിരുന്നു. വിവാദത്തെക്കുറിച്ചാണ് നവമി സംസാരിച്ചത്. വിവാദത്തിൽ ആസിഫ് അലിയോട് മാപ്പ് ചോദിക്കുന്നുവെന്ന് രമേശ് നാരായണൻ പറയുന്നു. ആസിഫ് അലിയെ മനഃപൂർവ്വം താൻ അപമാനിച്ചിട്ടില്ല, തനിക്ക് അത്തരത്തിൽ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നില്ല എന്നാണ് രമേശ് നാരായണൻ പറഞ്ഞിരിക്കുന്നത്. സോഷ്യൽ മീഡിയയിൽ അദ്ദേഹത്തിനെതിരെ വലിയ തോതിലുള്ള സൈബർ അറ്റാക്ക് നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ ഈ വിഷയത്തിൽ ആസിഫ് അലിയോ അതോ സംഘാടകരാരും തന്നെയോ ഇതുവരെയും പ്രതികരിക്കാൻ തയ്യാറായിട്ടില്ല. മറ്റു വാർത്തകളിലേക്ക്. സംസ്ഥാന